വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന പ്രദേശത്തെ ഒരു മനോഹരമായ ട്രക്കിംഗ് പോയിന്റിലാണ്. ചീൻഗിരി ഹിൽസ് ട്രക്കിംഗ് എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 125 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നുവെങ്കിൽ ഏർലി മോർണിംഗ് 6 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്നത് ഇവിടെ നിന്ന് മനോഹരമായി കാണാം. അതുപോലെ വൈകുന്നേരം 3 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതും 360 ഡിഗ്രിയിൽ നന്നായിട്ട് ഇത് കാണാം. പിന്നെ ഇവിടേക്ക് ഫീസ് എന്ന് പറയുന്നത് 50 മുതൽ 80, മുതിർന്നവർക്ക് 80ഉം ഇളയ കുട്ടികൾക്ക് 20, 50 അങ്ങനെ റേറ്റിലാണ് ഇവിടെ റേറ്റ് ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് അടുത്തുള്ള ഡാമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെയുള്ള കറാപ്പുഴ ഡാമാണ് ഇവിടെ പ്രശസ്തമായി ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രദേശമായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ തുടങ്ങുകയാണ്, ഞാനും എൻ്റെ കൂട്ടുകാരനും. അങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, അവിടെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മേലെ ഇതിന് മുകളിലേക്ക് കയറാനുണ്ട്. പിന്നെ വളരെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ അവൻ്റെ കവാടത്തിലേക്ക് പോവുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്ന് പറയാനുള്ളത്, വളരെ ഇവിടുത്തെ പൂച്ചെടികളും, ഇവിടെ ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ്, 7 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് മനോഹരമായ ദൃശ്യം അവിടെ നിന്ന് കാണാൻ പറ്റി. വേറെ പറയാനുള്ളത്, ഇങ്ങനെ ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് പാസ് ചെയ്തു. ഞങ്ങളവിടെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ 360 ഡിഗ്രിയിൽ വയനാടിൻ്റെ മൊത്തം ഭംഗി കാഴ്ച കാണാൻ ഞാനും എൻ്റെ സുഹൃത്ത് ഹാഷിക്കും കൂടി മുകളിലോട്ട് പോവുകയാണ്. മഞ്ഞും തണുപ്പും അങ്ങനെ ഞങ്ങൾ ഏറ്റുകൊണ്ട് പോവുകയാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് ഒരാശ്വാസത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ട്രക്കിംഗ് പോയിന്റിലേക്ക് പോകുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അടുത്തുള്ള പൂക്കോടും ബാണാസുര ആഗർമ എത്ര കണ്ടാലും ഇവിടുത്തെ വയനാട് ജില്ലയിൽ മതിവരില്ല. എന്നിരുന്നാലും ഏറ്റവും പുതുമ നിറഞ്ഞ ഒരു വിനോദ കേന്ദ്രം ആണ് ഇത്. വയനാടിൻ്റെ മീശപ്പുലിമലയിൽ അതുപോലെ എല്ലായിടത്തും ഇപ്പോൾ നല്ല തിരക്കും കൂടിയാണ്. പിന്നെ പാറക്കെട്ടുകളെ കീഴടക്കിയ ആകാശ കാഴ്ചകൾ കാണാൻ വളരെ ഭംഗിയാണ്. പിന്നെ എന്തായാലും ഇവിടുത്തെ വിനോദസഞ്ചാരികൾ എങ്ങും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2600 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വേറെ ഇത്രയും ഭംഗി വയനാടിൻ്റെ വേറെ ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അതുപോലെ ആഭ്യന്തര വിനോദസഞ്ചാരികളും പിന്നെ ഇവിടുത്തെ വിദേശികളും ഒക്കെ ഇവിടെ ഒഴുകി വരുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ, പഴയ കുടിലുകളും അതുപോലെ ഒത്തിരി നല്ല ഭംഗിയാണ്. ഞാനും അവളുടെ സുഹൃത്തും കൂടി ഞങ്ങൾ 2 പേരും കൂടി മുകളിൽ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ഹില്ലിൽ ഞാൻ ട്രക്കിംഗ് ചെയ്യുന്നത്. അതിൻ്റെ കൗതുകം വേറെയാണ്. സാഹസികത എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പ്രകൃതിയോട് തന്നെ ചേർന്ന് ഓരോ കാലത്തും ചിത്രം വരയ്ക്കുന്ന ദൃശ്യഭംഗിയാണ് എല്ലാ മറ്റിടങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്.
സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഈ പർവ്വത്തിൽ ട്രെക്കിംഗ് നടത്താനും കഴിയുമെന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ വനകേന്ദ്ര ടൂറിസം മുതൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വരെയും വയനാട്ടിലുണ്ടെങ്കിലും സാഹസിക വിനോദ കേന്ദ്രം എന്ന നിലയിൽ ചിങ്ങേരിക്ക് ഭയങ്കര സ്വീകാര്യതയാണ് കിട്ടുന്നത്. വേറെന്ന് പറഞ്ഞാൽ ചിങ്ങേരി മല ഹിൽസ് ടൂറിസം സാധ്യതകളെ മുന്നിൽ കണ്ട് 10 വർഷങ്ങൾക്ക് ചർച്ച സജീവമായിരുന്നു. ഇതിനെ തുടർന്ന് 2010 8 ഏക്കറോളം ഭൂമി ടൂറിസം നടപ്പിനായി റവന്യൂ വകുപ്പ് കൈമാറി. പിന്നെ ഇവിടുത്തെ അതിനുശേഷം ഒരുപാട് പുരോഗതികൾ ഇവിടെ വന്നു. പിന്നെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണിയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫീസ് ഈടാക്കുന്നത്. പിന്നെ വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ഇരിക്കുക. പിന്നെ അതുമല്ലാതെ ഇവിടെ രാത്രിയിൽ നമുക്ക് ടെൻറ്റ് ചെയ്യാം. രാത്രികാലങ്ങൾ കാണാനും താമസിക്കാനും ടെൻറ്റ് ക്യാമ്പിങ് അനുമതിയുണ്ട് ഇവിടെ സർക്കാർ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ വിദേശസഞ്ചാരികൾക്ക് അതുപോലെ സഞ്ചാരികൾക്ക് ഈ ഒരു രാത്രികാലങ്ങളിലുള്ള ടെൻറ്റിങ് വളരെ കൗതുകവും അതുപോലെ വളരെ നല്ലൊരു എക്സ്പീരിയൻസും ആയിരിക്കും. പിന്നെ പാറക്കെട്ടുകളും പരിസരങ്ങളും അതുപോലെ സംരക്ഷിച്ച് പ്രകൃതി ടൂറിസം കൂടിയാണ് ഈ വിഭാവനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇവിടുത്തെ മുകളിലുള്ള കാഴ്ചകൾ. വളരെ ആകർഷണീയമായ കാഴ്ചയാണ്. സൂര്യൻ അങ്ങോട്ട് ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് 2600 അടി മേലെ ഉള്ള ഒരു വലിയൊരു ട്രെക്കിംഗ് പോയിന്റ് കൂടിയാണ്. അങ്ങനെ ഞാനും കൂട്ടുകാരനും അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ വളരെ ദുർഘടമായ പാതകൾ ഞാനും അവരും കൂടി പോവുകയാണ്. വളരെ സാഹസം നിറഞ്ഞതാണ്. കയറാൻ വേണ്ടി ഒരു വള്ളി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം തളർന്നു ഇവിടെ എത്തിയ ശേഷം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളാണിത്. ആ കാഴ്ചകളൊക്കെ കൊണ്ട് വീണ്ടും ഞങ്ങൾ മേലോട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ലൊരു എന്താ പറയുക, ഈ കയറ് പിടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഏകദേശം ഒരു 90 ഡിഗ്രിയിലാണ് ഞങ്ങൾ അവിടെ പോകുന്നുള്ളത്. അപ്പോൾ അതിൽ പോയ ശേഷം ഞങ്ങൾ ഇവരുടെ ചെറിയൊരു കുടിൽ കണ്ടു. ഇങ്ങനെ ട്രെക്കിംഗ് കയറി വരുന്നവർക്ക് ആശ്വാസവും വേണ്ടി കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ് അത്. ഇതാണ് ഇവിടുത്തെ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുത്തെ മലമുകളിലേക്ക് കയറിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, ഇത്രയും വലിയ ഒരു ദൗത്യം ആദ്യമായിട്ട് ഏറ്റെടുത്ത് ആണ്. അതുവരെ എൻ്റെ ഗ്രാമവും അതുപോലെ ജോലി സ്ഥലവും അല്ലാതെ ഇത്രയും ടൂറിസ്റ്റ് സ്പോട്ടുകളും അതുപോലെ ഇത്രയും മലയും കുന്നും അതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചിൻഗരി മലയിലാണ്. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്ര അടി, 1000 ഫീറ്റ് മുകളിലാണിപ്പോൾ. ശ്വാസമൊന്നും കിട്ടുന്നില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും വയനാട് വന്നിരിക്കണം നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ചിൻഗരി മലയിലാണ്. പകുതി വരെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പോയിൻ്റൊക്കെ ആണ് ഇത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും ഇവിടെ വന്നതാണ്. ഏകദേശം 1000 ഫീറ്റ് അടി മുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അടിപൊളി സൂര്യൻ ഉദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതുപോലെ അടിപൊളി വ്യൂ. നിങ്ങളിവിടെ വരിക, എൻജോയ് ചെയ്യുക. ടിക്കറ്റിന് ആകെ 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് മസ്റ്റ് വിസിറ്റ് ചെയ്യുക. ഒന്നല്ലേ ഇപ്പൊ ആർക്കും വേണ്ട, പിള്ളേർക്ക് വേണ്ട. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ കൂട്ടുകാരനും. ഹബീബി കം ടു ചീനിഗിരി വയനാട്. പറ്റണില്ല അമ്മേ, ഇത് ഇത്രയൊക്കെ കയറി ഗൈസ്. ഇനിയും പകുതി കയറാനുണ്ട്, എന്തെന്നറിയില്ല. ശ്വാസമൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഉരുണ്ട് വീയുമോ ഒന്നുമില്ല. പക്ഷെ ഒറ്റ മൈൻഡ് സെറ്റ്, ഞങ്ങൾ മുകളിൽ കയറിയിരിക്കും അല്ലേ? എന്ത് പറയുന്നു? താഴെ ഇറങ്ങിയിരിക്കും. നമുക്കെല്ലാത്തിനും കോൺഫിഡൻസ് ആണ് വേണ്ടതുമായി. എത്ര വലിയ മല മുകളിലാണെങ്കിലും നമ്മളെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം നമ്മൾക്ക് കീഴടക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു ട്രക്കിംഗ്. അമ്മേ എന്തായാലും ഇവിടത്തോളം വന്നു. ഇനി പകുതി തിരിച്ചു പോകുന്നത് മണ്ടത്തരമാണ്. ചിലർ ഭൂമി വന്ന് കീഴടക്കും, ചിലർ തോറ്റുപോകും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. അതാണ്. എന്ത് തോന്നുന്നു? ഇതാണ് അവിടെ മേലെയുള്ള അതിമനോഹരമായ കാഴ്ചകൾ. നിങ്ങളെവിടെ? മലപ്പുറ? എവിടെ? കാസർഗോഡ് മഞ്ചേശ്വരം. എന്നിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല. അവിടെ പോയിരുന്നു, അവിടെ നല്ല രസം. ചർച്ചാണ് നിങ്ങൾ അവിടെ അത് കാണുന്നുള്ളത്. ഓ, ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. നീൽഗിരി ചീൻഗിരി മലയിലെ 2 കിലോമീറ്റർ ചീൻഗിരി മലയിൽ 2 കിലോമീറ്റർ മുകളിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നുള്ളത്. ശ്വാസമൊന്നും കിട്ടുന്നില്ല, ഓക്സിജൻ വേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ വെള്ളമൊന്നും കരുതിയിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങളുള്ളിൽ തീയുള്ളിടത്തോളം കാലം അത് ഒരിക്കലും അണയത്തില്ല എന്ന ഒരു ദൃഢവിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ട്രെക്കിംഗ് പുനരാരംഭിച്ചിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന
ഇന്നത്തെ വിശ്വാസത്തിലൂടെ ഞാനും എൻ്റെ കൂട്ടുകാരൻ ആശിക്കും ഇതാ ചീൻഗിരി മലയിൽ മുകളിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറയുന്നത് പോലെ. ഞങ്ങൾ ഇതിനപ്പുറവും കിടന്നിരിക്കും. ഇവിടെ ഇതൊക്കെ എന്ത്? സൂര്യൻ ഇതാ പടിഞ്ഞാറ് ഉദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചു വരുന്നുണ്ട്. അത്യുജ്വലമായി സ്തുതിക്കുന്ന സൂര്യനെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതാ ഇവിടുത്തെ അത്ഭുത മരങ്ങളും മലകളും കുന്നുകളും, അതുപോലെ ഇവിടെ ഒരുപാട് പുലികളും കടുവകളും ആനകളും ഒക്കെയുള്ള പ്രദേശം കൂടിയാണ്. പക്ഷേ ഞങ്ങളിതൊക്കെ കീഴടക്കി എവറസ്റ്റ് കീഴടക്കുന്നത് പോലെ ഇത് ഞങ്ങളും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ലൈഫിൽ രണ്ടാമത് വരാനൊന്നും കഴിയല്ല. ഒറ്റ വന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക. ജീവിതം മെഴുകുതിരി പോലെയാണ്, കത്തിത്തീരുന്നുണ്ട്. നമ്മളുടെ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ഇതിനൊക്കെ ഇവിടെ ഭൂമിയിലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ തന്നെ പറയൂ. ഇതാണ് ഇവിടുത്തെ മേലുള്ള കാഴ്ച. വീഡിയോ കുറേ കൂടി ലെങ്ത്താണ്, കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത്. പക്ഷെ ഇത്രയും കാഴ്ചകൾ നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഏകദേശം നിങ്ങൾ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒട്ടും കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങളിതാ ചീൻഗിരി മല കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. വയനാട് ജില്ലയിൽ അതിമനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഇതും. ഞങ്ങൾ ഇനിയും മേലോട്ട് എത്തിയിട്ടില്ല, ഇത് കുറച്ചുകൂടെ പോകാനുണ്ട്. ഞങ്ങൾ പറയുന്നത് ഭാഷയും ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായില്ലെന്ന് വരില്ല, കാരണം ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നുള്ളത്. അപ്പോൾ അവിടുത്തെ സ്ലാങ്ങും എല്ലാം വ്യത്യസ്തമാണ്. പിന്നെ ഞങ്ങളെ മലയാളം അതുപോലെ അക്ഷരസ്ഫുടത ഒക്കെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിന് മേലെ ഇവിടെ മേലേക്ക് എത്തിച്ചേരാൻ സമയമുണ്ട്. ആ മേലെ കാണുന്ന അത് കൊടി നീട്ടിയ പ്രദേശമാണ് ഇവിടെ ലാസ്റ്റ് പോയിൻ്റായിട്ട് അറിയപ്പെടുന്നത്. മേളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചീൻഗിരി ഹിൽസിൻ്റെ മുകളിൽ ഞങ്ങളിങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു. അവസാനം അത്ര തണുപ്പില്ല അല്ലേ? എന്ത് ദുനിയാവ്. ഞാൻ കണ്ടത് പൊട്ടക്കനത്തിലെ തവളനെ പോലെ. ഞാൻ വിചാരിച്ചു ഇതന്നെ ദുനിയാവ്. നോക്കുമ്പോ ഇത്ര വലിയ കുന്നും. അവസാനം ഞങ്ങൾ ചീൻഗിരി ഹിൽസ് കീഴടക്കിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചീൻഗിരി മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചകളും ഇതൊക്കെയാണ്. ഇത് മൂടൽ മഞ്ഞ് മൂടിയിട്ട് അവിടെ നിങ്ങൾക്ക് മലകളൊക്കെ കാണാൻ സാധിക്കും. ഇത് അതിഥികള് മേമാന് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം കിതക്കുന്നുണ്ട്. ശ്വാസം ആകെ മേലെ വരുന്നുണ്ട്. ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഓക്സിജൻ ഉണ്ട്, പക്ഷേ മലമുകളിൽ കയറിയതിൻ്റെ ആ കിതപ്പും ഞങ്ങളുടെ
ഉള്ളിൽ നന്നായിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളത്. ഇതാണ് ഇവിടുത്തുള്ള വലിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു അരമണിക്കൂറുള്ള ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ എഫോർട്ടൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയായിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ മണിക്കൂറുകളും ഇതൊക്കെ ഉണ്ട്. ഈ വീഡിയോ എടുത്തതും എഡിറ്റ് ആക്കുന്നതും അതുപോലെ ഞാൻ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകളും ഒരുപാടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മലമുകളിലുള്ള ആ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നുള്ളത് ഇതൊക്കെ പ്രകൃതി സംരക്ഷിച്ചു പോകുന്നതാണ്. അപ്പുറത്തൊക്കെ കുന്നുകളും മലകളൊക്കെ ഇടിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത് സർക്കാരും ഗവൺമെൻറ്റും എല്ലാം ചേർന്നിട്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു ഹില്ലാണ്. വളരെ മനോഹരമായ ഒരു ഇടം കൂടിയാണിത്. അടുത്ത സ്പോട്ടിലൊക്കെ ഉണ്ടേ ഇങ്ങനെ ഇരിക്കുന്ന തന്നെ ഫുഡ് ആക്കണേ എന്നാ പുറത്തേക്ക് ഇവിടെ കയറുന്നിട്ട് കാലത്ത് എണിക്കുമ്പോ പുതിയ ജാക്കറ്റ് കേറുന്നതും കീന്നതും അത് ഒരു വൈബ് തന്നെയല്ലേ. കീമ്പൊക്കെ അത്ര എഫോർട്ടില്ല. നമുക്ക് ആളിങ്ങനെ ജസ്റ്റ് ഏല ബൈ തെറ്റിയാന്ന് ഷായ്. ഞങ്ങളുടെ വഴിയൊക്കെ തെറ്റി എങ്ങനെയാണ് താഴെ കീഴേണ്ടതെന്ന് അറിയില്ല. ഏകദേശം 2 കിലോമീറ്റർ മേലെയുള്ള ഒരു ഇതാണ്. എങ്ങനെ താഴെ വീണമെന്ന് അറിയില്ല. ഒരു ഐഡിയ ഇല്ല. ആകെ 2 പേരേ ഉള്ളൂ. വലിയ താഴ്ചയുള്ളൊരു ഇതും കൂടെയാണ്. പക്ഷേ അവനും കൂടെ അറിയില്ല. അപ്പോൾ അവിടുന്ന് മേലെ കയറുമ്പോൾ പറഞ്ഞത് കൊടി വെച്ചിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. പക്ഷേ താഴെ ഇറങ്ങുമ്പോൾ ഒരു കൊടിയും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ടോട്ടലി എന്തൊരു വല്ലാത്ത ഒരു ട്രാപ്പഡായ അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയല്ല, നമ്മൾ വേറെ ഭാഗത്തു കൂടെ ഒന്ന് കൂടി അന്വേഷിച്ചിട്ട് പോവാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഒന്നും കാണുന്നില്ല. കാലൊന്ന് സ്ലിപ്പായാൽ താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥ കൂടിയായിരുന്നു അത്. പിന്നെ ഞങ്ങൾ അപ്പുറത്തേക്കെല്ലാം പോകാൻ നോക്കി, എവിടെയാണ് കൊടിയുള്ളത് അവിടെയെല്ലാം ഞങ്ങൾ അവിടെ ആദ്യമായിട്ടാണ് ഇത്രയും മുകളിൽ കയറി. ഇത്രയും ആരുമില്ലാത്ത, സഹായിക്കാനും ഒന്നും ആരും കൂടെ ഇല്ല. അവസാനം ഞങ്ങൾ താഴെ ഇറങ്ങാനുള്ള കൊടിയൊക്കെ കണ്ടു. ഞങ്ങൾ ഇവിടെയുള്ള പാറ കഷ്ണം എങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. എങ്ങനെയാണ് ഒരു വലിയൊരു പാറ കഷ്ണം ഇത്രയും വലിയ മലമുകളിൻ്റെ മേലിൽ നിൽക്കുന്നതെന്ന് ഞങ്ങൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അതിമനോഹരമായിരുന്നു ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നുള്ളത്. വീഡിയോ വളരെ ലെങ്തിയാണ്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങിയാണ്, വന്നതുപോലെ തന്നെ താഴെ ഇറങ്ങിയാണ്. വളരെ സൂക്ഷിച്ച് വേണം താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാലൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ ഒന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വരുമ്പോൾ ജാക്കറ്റൊന്നും ഇട്ടില്ല, നല്ല മഞ്ഞായിരുന്നു, തണുത്ത് കുറച്ചിട്ടാണ് ഉള്ളത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് 2 പേർക്കും. പക്ഷേ എന്നാലും ഞങ്ങൾ എല്ലാം സാക്രിഫൈസ് ചെയ്തു. പിന്നെ ഒരു ദീർഘമായ ഇത്രയും വലിയൊരു ഇതിലേക്ക് കയറുന്നത് തന്നെ ആദ്യമാണ്. എത്തും ഞങ്ങൾ അവസാനം എത്തുക. ഞങ്ങൾ വായില അല്ലെങ്കിൽ പരലോകത്തുമാണ്.
താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ വളരെ ലെങ്തിയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്തി ആക്കിയത് തന്നെ. പിന്നെ ലൈഫിൽ തന്നെ ഇത്രയും കാഴ്ചകൾ ഒരുമിച്ച് കാണാൻ സാധിച്ചത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഒരു കയറ് പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇത് എല്ലാം കൂടെ നമ്മൾ ഒന്നാമത് കയ്യിൽ ക്യാമറ, പിന്നെ ഇത് സൂക്ഷിക്കണം, പിന്നെ ഇത് ആസ്വദിക്കണം, എല്ലാം പകർത്തണം, പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. പക്ഷെ ഭയങ്കര കോൺസെൻട്രേഷൻ കോഷനായിരിക്കണം, അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ കൂടെ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും കൂടെ ഒരാളുള്ളത് എപ്പോഴും ഒരു സേഫ്റ്റിയാണ്. കാരണം ഒറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉണ്ടാവില്ല. പക്ഷെ കൂടെ കൂട്ടിയാൽ വളരെ ഒരു നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗുരുത്വാകർഷണം വഴിയാണ് ഈ പാറ ഇങ്ങനെ മുകളിൽ നിൽക്കാൻ കാരണം. ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമപ്രകാരം ഗുരുത്വാകർഷണ ബലം നേരെയാണെങ്കിൽ അത് പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പാറ ഇങ്ങനെയുള്ള സാധ്യതയെന്ന് മനഃശാസ്ത്രജ്ഞൻ ആഷിഖ് നമ്മളോട് പറഞ്ഞു. ഓ, ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു. 2 ആൾ വന്നതിനുണ്ടില്ലേ, കലപ്പില്ല എന്നില്ല. 3 4 വന്നതിന് അല്ലേ? ചിരിക്കാനും കുറേ ആളുണ്ടോ? ഇവിടെ പോകുമ്പോ തന്നെ ഉച്ചയാവും. അല്ലാള് നമ്മൾ 2 ആളാകുമ്പോ ഇത്രയായി. ആള് കൂടുമ്പോ അല്ലല്ലേ നമ്മളെ. അങ്ങനെ ഞങ്ങൾ വളരെ സൂക്ഷ്മയോടെ താഴെ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. നാരായണ പാലക്കാട്ടിന് കഴിഞ്ഞ് ഇനി കൂരായണ ഇതാ ഞങ്ങള് ട്രക്കിങ് കഴിഞ്ഞിരിക്കുന്നു. അവസാനമായി ഞങ്ങൾ ഇവിടെ പിന്നെ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നിട്ടപ്പോൾ അതാ ഞങ്ങൾക്ക് അവിടെ ഒരു കൂടാരം കഴിഞ്ഞു. ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഒരു കൂടാരം. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി അതിൽ എന്താണ് ക്യൂരിയോസിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ മേലെ കയറി നോക്കി. പക്ഷേ മനോഹരമായിരുന്നു. ഒരു സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാനും കയറിയത്. അങ്ങനെ ഞങ്ങൾ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ ഒരു കുടിൽ കെട്ടി താമസിച്ചിരുന്നത്. കാരണം കടുവകളും വന്യജീവികളും ഒക്കെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും അങ്ങനെ ചെയ്തിട്ടുള്ളത്. അവിടെ താഴേക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അങ്ങനെ പതുക്കെ പഴയ കാലങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നടക്കുകയാണ്. ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഈ ഒരു കൂട്ടുകാരനെ ഞാൻ മീറ്റ് ചെയ്യുന്നുള്ളത്. ഞങ്ങൾ +1 +2 ഒരുമിച്ചായിരുന്നു. അതിനുശേഷം പല വഴിക്കായി. അവന് പിന്നെ സൗദിയിലൊക്കെ പോയി. പിന്നെ ഞാൻ ദുബൈയിലും കുറേ വർഷം ആയി. അവനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെയുള്ള മലകളാണ്. അവിടെ കുറേ ആളെ പേരൊക്കെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വളരെ മനോഹരമായ കുടിലിവിടെയും പിന്നെ അവിടുത്തെ അപ്പുറത്തുള്ള പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് അവിടെ കാണാം. ഞങ്ങൾ ചീമഗിരി മേല ഇറങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങൾ ഇവിടെ താഴെ നമ്പർ മെൻഷൻ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ പരമാവധി ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ ഏകദേശം കാഴ്ചകളൊക്കെ എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട്. പിന്നെ വലിയ ബ്ലോഗറൊന്നും അല്ല, സാധാരണക്കാരനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തിയായ വീഡിയോ അതുപോലെ ഇതിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളതും. പക്ഷേ ഇതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ട് ഒരു ധാരണ ഇതൊന്നും ഇല്ല. പക്ഷേ നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അമർത്തുക എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ താഴേക്ക് ഏകദേശം ഇറങ്ങാൻ പോവുകയാണ്. അപ്പുറത്തെ ഒരു കാണുന്നത് ഡാമാണ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തുള്ള ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉണ്ട്. ഏകദേശം വേനൽക്കാലമാണ്, ഫെബ്രുവരി മാസം ആണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പോൾ അങ്ങനെ താഴെ പതുക്കെ ഇറങ്ങുകയാണ്. ഇനി ഒരിക്കലും ഈ ജീവിതത്തിൽ പോകാൻ ഇടമില്ലാത്ത സ്ഥലം വിചാരിക്കുന്നു. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒഴുകുന്ന വെള്ളം, നദി പോലെയാണ്. കാരണം അതിൽ നമ്മൾക്ക് 2 പ്രാവശ്യം തൊടാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെ നമ്മുടെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു സാധനമാണ് നമ്മുടെ ഒരു സമയവും ജീവിതവും ഒക്കെ. അപ്പോൾ നമ്മൾ ഉള്ള കാലം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കാൻ നോക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ 2 പ്രാവശ്യം ടച്ച് ചെയ്യാൻ കഴിയില്ല എന്നതുപോലെയാണ് വീണ്ടും ആ ഒരു സമയം, ആ ഒരു സന്ദർഭം തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഇത്രയും മെച്ചോർഡ് ആയിരുന്നില്ല. കാരണം ഇത്രയും ഗൾഫ് ജീവിതമൊക്കെ ആയിരുന്നു എന്നെ ഇത്രയും മെച്ചോർഡ് ആക്കിയത്. പക്ഷേ ആദ്യം പതുക്കെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ ആളായിരുന്നു. പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു വീഡിയോയും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കും കൂടെ ഇമ്പ്രൂവ് ആവാൻ പറ്റുന്നുണ്ട്. സ്വയം ഇമ്പ്രൂവ് ആവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത്. പക്ഷേ നമ്മൾ ഉള്ള കഴിവിനെ, സ്കില്ലിനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ആരെയും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡാമും നദിയും ഒക്കെ. അപ്പോൾ താഴെ കാണുന്നുള്ളതാണ് അവിടുത്തെ കൗണ്ടർ പോയിൻ്റ്. പിന്നെ അവിടെയൊക്കെ കാണാം. മുമ്പൊക്കെ ഇവിടെ പുലി, കടുവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള വീടുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഗർജിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അവിടുത്തെ താഴെ വീട്ടിലൊരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന അതിമനോഹരമായ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി. ഏകദേശം ഇതാണ് പുതിയ ടെൻറ്റ്. രാത്രികാലങ്ങളിൽ ടെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു ടെൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പുൽമേടുകൾ ക്രിസ്മസിന് ഇവിടെ ആഘോഷിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ പോകുമ്പോൾ കുറച്ച് കർണാടകയിൽ നിന്നുള്ള ഒരു സഞ്ചാരികൾ അവിടെ നിന്ന് കുക്കിംഗ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക്